വെൽക്കം ടു യു ക്യാൻ. എന്റെ പേര് പ്രതിഭ. SSC CGL 2022 ടാർഗറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2021 എക്സാം ഈ വർഷം കഴിഞ്ഞു, അതായത് ഏപ്രിലിൽ SSC CGL Tier 1 കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് 2022 Tier 1 എന്തായാലും നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബർ ആയിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ പിന്നെ എക്സാം എന്തായാലും ഓൾമോസ്റ്റ് ഏപ്രിൽ ആയിരിക്കും. അതായത് നമുക്ക് ഓൾമോസ്റ്റ് 1 ഇയർ ഉണ്ട് CGL Tier 1 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് റെഗുലർ ബേസിസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഇടാന്നാണ്. അത് ഒരു സബ്ജക്റ്റിന്റെ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മാത്സിൽ നിന്നായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നായിരിക്കും. അപ്പൊ അത് റെഗുലർ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റീസണിങ് സ്റ്റാർട്ട് ചെയ്യാം. റീസണിങ്ങിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം GK, then ഇംഗ്ലീഷ്. അങ്ങനെ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും സിലബസ് 4 സബ്ജക്റ്റിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ജനുവരിയിൽ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ മാത്സിൽ തന്നെ ഫസ്റ്റ് നമ്മളിപ്പോ പെർസെന്റേജിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ പെർസെന്റേജ് വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവല്ല, അത് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി, ദെൻ അതിന്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു, ദെൻ അടുത്ത കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ചാപ്റ്ററിന്റെ തന്നെ ലൈക്ക് പെർസെന്റേജിന്റെ തന്നെ ഒരു ഓൾമോസ്റ്റ് 10 വീഡിയോസിൽ അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കണോ. അങ്ങനെ ഒരു 10-12 വീഡിയോസിൽ അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് കവർ ചെയ്ത് മാക്സിമം പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യണം. ദെൻ നമുക്ക് റീസണിങ് GK അങ്ങനെ എല്ലാം പഠിക്കണം. ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണം. കാരണം മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം എനിക്കൊക്കെ പണ്ട് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. ഞാൻ MSc കഴിഞ്ഞ ടൈമിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമിന് ഞാൻ 3 വട്ടം നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. 3 വട്ടവും ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എനിക്കൊരു പകുതി ക്വസ്റ്റ്യൻ പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയുന്നുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒക്കെ, വീട്ടിൽ ഇരുന്ന് നമ്മളെല്ലാം ചിലപ്പോൾ ആൻസർ എഴുതും. പക്ഷെ ഹാളിൽ ചെന്നിരുന്ന് ചിലപ്പോൾ ഒരു പകുതി ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ വരാറ്. അപ്പൊ നമുക്ക് അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് കോൺസെപ്റ്റ് അറിയാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ നമുക്ക് ടൈം കാൽക്കുലേഷൻ ഇല്ല, സ്പീഡ് ഇല്ല. എനിക്ക് വളരെ ഒരു പ്രോബ്ലം ഉള്ള ഒരു കാര്യമാണ് അത്, എന്റെ സ്പീഡ്. ഞാൻ വളരെ പതുക്കെ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആക്യുറസി വേണം, കാൽക്കുലേഷൻ സ്പീഡ് വേണം. അതിനായിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റുള്ളൂ, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ ഒരു വർഷത്തോടു കൂടി നമുക്ക് നന്നായിട്ട് പഠിച്ച് SSC CGL Tier 1 2022 എക്സാം എല്ലാവരും ക്ലിയർ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടായി, ഒരു ബിഗിനിങ് ആയിട്ട് നമുക്ക് ഇന്നോ നാളെ ആയിട്ട് പെർസെന്റേജ് ചാപ്റ്ററിൽ തന്നെ തുടങ്ങാം. അപ്പോ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യണം വീഡിയോസ്. CGL എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോസ് വാച്ച് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ എഴുതണം. അപ്പൊ ഞാൻ SSC CGL വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വീഡിയോസ് എല്ലാം തന്നെ ബാക്കി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉപകരിക്കുന്നതാണ്. അതായത് ലൈക്ക് നമ്മുടെ RRB NTPC റെയിൽവേ എക്സാം, അതുപോലെ നമ്മുടെ കേരള PSC എക്സാം, ബാങ്ക് എക്സാം, എല്ലാ എക്സാംസിനും മാത്സ് ഒക്കെ എല്ലാ എക്സാംസിനും കോൺസെപ്റ്റ് സെയിം ആണല്ലോ. ആ ക്വസ്റ്റ്യൻ ലെവൽ ഇത്തിരി ഡിഫിക്കൽട്ടി ലെവൽ ഇത്തിരി വേരി ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ PSCക്കാർക്കായാലും കാണാവുന്നതാണ് ഈ വീഡിയോസ്. അപ്പൊ നിങ്ങളുടെയൊക്കെ PSC എഴുതാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പരമാവധി ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതായത് പെർസെന്റേജ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സുമായിട്ട് നാളെ തന്നെ വരാം. So please subscribe my channel and share, like, comment. Okay, tata, bye bye.